നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. ഗോൾ അടിച്ച് തിമിർത്ത് കുതിച്ചെത്തിയ കിലിയൻ എംബാപ്പയെ പൂട്ടി, നല്ല മണിച്ചിത്രത്തായിട്ട് പൂട്ടി. അതാണ് ഇന്നലെ FC ബാഴ്സലോണയുടെ ഡിഫൻഡർമാർ അങ്ങ് ചെയ്തത്. നല്ല രൂപത്തിൽ ഡിഫെൻഡ് ചെയ്തു FC ബാഴ്സലോണ. അതുകൊണ്ട് തന്നെ എംബാപ്പയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മത്സരത്തിൽ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. കളി 3-2 സ്വന്തം മൈതാനത്ത് PSG തോൽക്കുന്ന അവസ്ഥയും ഉണ്ടായി. എംബാപ്പയെ പൂട്ടിയ പൂട്ട്, അതൊരു വല്ലാത്ത പൂട്ടാണ്. ആ പൂട്ടിന്റെ നമ്പറുകൾ നമ്മളൊന്ന് നോക്കുകയാണ്. എംബാപ്പെ ഒറ്റ ഓൺ ടാർഗറ്റ് ഷോട്ടുകൾ മുതിർത്തില്ല, ഒറ്റ ഗോളില്ല, ഒറ്റ അസിസ്റ്റ് ഇല്ല. അദ്ദേഹം ഡ്യുവൽസിൽ ആകെ വിജയിച്ചത് 25%. 13 തവണ അദ്ദേഹത്തിൽ നിന്ന് പന്ത് തട്ടിയെടുത്തു FC ബാഴ്സലോണയുടെ താരങ്ങള്. 7 മത്സരങ്ങളിൽ ഇപ്പൊ സ്പാനിഷ് ഓപ്പോസിഷനെതിരെ തുടർച്ചയായി ഗോൾ അടിച്ചു വരികയായിരുന്നു. അദ്ദേഹം UCL-ലൊക്കെ അങ്ങനെ ഒരു മേനിയിൽ നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ സ്ട്രീക്കും അങ്ങ് അവസാനിപ്പിച്ചു കൊടുത്തു. അക്ഷരാർത്ഥത്തിൽ കിലിയൻ എംബാപ്പയെ പൂട്ടി PSG-യുടെ ആക്രമണങ്ങളുടെ മൂല അവിടെ ഓടിച്ചു FC ബാഴ്സലോണയുടെ ഡിഫൻഡർമാർ എന്ന് തന്നെ പറയണം. ഏതായാലും എംബാപ്പയ്ക്ക് ഇതത്ര സുഖകരമായ ഒരു അനുഭവമായിരിക്കില്ല. അദ്ദേഹം ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ PSG വിട്ട് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറുമെന്നാണല്ലോ പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ വീണ്ടും ബാഴ്സലോണയുടെ മുന്നിലേക്ക് തന്നെ എത്തേണ്ടി വരും. വീണ്ടും ഇത്തരത്തിലുള്ള ഡ്യുവൽസ് നമ്മൾ ഇനി വർഷങ്ങളോളം കാണാനും പോകുന്നു എന്ന് വേണം കരുതാൻ. എന്തായാലും വളരെ മനോഹരമായിട്ട് എംബാപ്പയെ പൂട്ടി ബാഴ്സലോണയുടെ ഡിഫൻഡർമാർ എന്നത് പറയാതെ വയ്യ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.